അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നത് എംബ്രിയോളജി എന്ന് പറഞ്ഞ ബ്രാഞ്ചാണ്. എംബ്രിയോളജി എന്ന് പറയുകയാണെങ്കിൽ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസിനെ പറ്റി പഠിക്കുന്ന എംബ്രിയോയുടെ ചേഞ്ചസിനെ പറ്റി പഠിക്കുന്ന ബയോളജിയുടെ ബ്രാഞ്ചിൻ്റെ പേരാണ് എംബ്രിയോളജി. അപ്പോൾ എംബ്രിയോളജി നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു സംഭവമാണ്. അതേപോലെ പിന്നെ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ അകത്ത് നമ്മൾ കുറേ പ്രോസസ്സുകൾ അല്ലെങ്കിൽ ആ സ്റ്റെപ്പുകൾ പറഞ്ഞല്ലോ. ആ സ്റ്റെപ്പുകളിലേക്ക് ഞാൻ നിങ്ങളോട് നിർബന്ധമായിട്ട് ആഡ് ചെയ്യേണ്ട ഒരു സംഭവത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ എന്നറിയില്ല. കപ്പാസിറ്റേഷൻ, അതായത് കാൽഷ്യം അയോൺസിൻ്റെ പ്രസൻസിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്കിൽ എത്തിയതിന് ശേഷം, ആ പോയിന്റ് മറക്കരുത്, അതിനുശേഷമാണ് സ്പേംസ് സത്യത്തിൽ ഓടാൻ തുടങ്ങുന്നത്. ഒരിക്കലും മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ സ്പേം ഓടുന്നില്ല. പകരം മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് കൊണ്ടാണ് സെമൻ പുറത്തെത്തി കിട്ടുന്നത്, അല്ലാതെ സ്പേം ഓടിയിട്ടല്ല. സ്പേം ഓടി തുടങ്ങുന്നത് സത്യത്തിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്കിൽ എത്തിയതിന് ശേഷമാണ്. ആ പിന്നെ പ്രോസസ്സുകൾ അങ്ങോട്ടെത്തുന്ന ആ പ്രോസസ്സുകളെയാണ്, അതായത് ആ ഓടിത്തുടങ്ങുന്ന പ്രോസസ്സുകളെയാണ് പിന്നെ കപ്പാസിറ്റേഷൻ എന്ന് വിളിക്കാം. എനർജി സ്വീകരിച്ച് കാൽഷ്യം അയോൺസിൻ്റെ പ്രസൻസ്. കാൽഷ്യം അയോണിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെമിനൽ പ്ലാസ്മയിൽ പിന്നെ കാൽഷ്യം അയോൺസും അതേപോലെ തന്നെ ഫ്രക്ടോസും അവൈലബിൾ ആണെന്നുള്ള കഥയൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ അത് അങ്ങനെ ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഓർത്ത് വെക്കണം. അതേപോലെ ഗ്യാസ്ട്രുല എന്ന് പറഞ്ഞ സംഭവം ജേം ലെയേഴ്സ് ഫോം ചെയ്യുന്നതാണെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ആ കാര്യവും നിങ്ങൾ ഇതിൻ്റെ കൂടെ ഓർത്ത് വെക്കേണ്ട സംഭവമാണ്. ഇനി പിന്നെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലേക്ക് നമുക്ക് വരാം. അവിടെ അഡീഷണലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൽ അഡീഷണലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം പിന്നെ ടെസ്റ്റിസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ടെസ്റ്റിസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ ഇൻഗ്യുനൽ കനാൽ എന്ന് പറഞ്ഞ സംഭവം ആദ്യം നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. ഇൻഗ്യുനൽ കനാൽ സത്യം പറഞ്ഞാൽ അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ നിന്ന് ടെസ്റ്റിസിലേക്കുള്ള ആ കനാലാണ്. അത് നമ്മൾ ടെക്സ്റ്റിൽ NCERT ഡിസ്കസ് ചെയ്യാത്തൊരു സംഭവമാണ്. ആ കനാൽ നിങ്ങൾ ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ അബ്ഡോമിനൽ ക്യാവിറ്റീൻ്റെ ഉള്ളിൽ നിന്ന് ഇത് പിന്നെ അബ്ഡോമിനൽ ക്യാവിറ്റിയിലേക്ക് ഇതിനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കനാലാണെങ്കിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്പെർമാറ്റിക് കോഡ് ഉണ്ട്. അത് ഫൈബ്രസ് ആയിട്ടുള്ള സംഭവം, അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തേക്കുള്ള വെയിൻസും പിന്നെ ആർട്ടറിയും ഒക്കെ വരുന്നതും നമ്മുടെ വാസ് ഡിഫറൻസ് കൂടെ കണക്ട് ചെയ്ത സ്പെർമാറ്റിക് കോഡ് എന്ന് വിളിക്കുന്ന സംഭവം വെച്ചിട്ടാണ് ഇത് കണക്ട് ചെയ്തത്. അതേപോലെ ടെസ്റ്റിസിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് മസിൽസ് കാണാം. ഡാർട്ടസ് മസിൽസ് എന്ന് വിളിക്കുന്ന മസിലുണ്ട്. ആ മസിൽ പിന്നെ ആണ് സത്യത്തിൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കും. അതായത് ടെസ്റ്റിസിനെ ബോഡിയിലേക്ക് ചേർത്ത് വിൻ്റർ സീസണിൽ തണുപ്പുള്ള കാലത്ത് ടെസ്റ്റിസിനെ ബോഡിയിലേക്ക് ചേർത്ത് വെക്കുന്നതും ചൂടുള്ള സമയങ്ങളിൽ ടെസ്റ്റിസിനെ ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് വെക്കാനൊക്കെ സഹായിക്കുന്ന മസിലാണ് ഈ ഡാർട്ടസ് മസിൽ. അത് അതിനോട് കൂടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട സംഭവമാണ്. അതേപോലെ ഈ മെയിലുള്ള ടെസ്റ്റിസിനെ കവർ ചെയ്യുന്ന സ്ക്രോട്ടം എന്ന് പറയുന്ന സാക്ക് സത്യത്തിൽ ലാബിയ മെജോറ എന്ന് പറയുന്ന ഫീമെയിലിലെ എക്സ്റ്റേണൽ ജെനൈറ്റാലിയയിലെ പാർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാർട്ടാണ് എന്നും കൂടെ ഓർത്ത് വെക്കണം. പിന്നെ നിങ്ങൾ ഓർക്കാനുള്ള സംഭവം പിന്നെ ടെസ്റ്റിസിൻ്റെ സ്ക്രോട്ടത്തിനുള്ളിൽ ടെസ്റ്റിസിൻ്റെ ഏറ്റവും പുറത്തുള്ള ഒരു കവറിങ് ഉണ്ട്. അതിൻ്റെ പേര് ട്യൂണിക്ക വജീനാലിസ് എന്നാണ് ആ കവറിങ്ങിനെ പറയുക. ടെസ്റ്റിസിനെ മൊത്തത്തിൽ കവർ ചെയ്തില്ല, അതായത് സ്പെർമാറ്റിക് കോഡ് വരുന്ന ഭാഗത്ത് കവർ ചെയ്യില്ല, ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ ടെസ്റ്റിസിനെ കവർ ചെയ്തുകൊണ്ടുള്ള പാർട്ടിൻ്റെ പേരാണ് ട്യൂണിക്ക വജീനാലിസ്. അതേപോലെ അതിനുള്ളിലേക്ക് വരുന്ന അടുത്ത പാർട്ടാണ്, അതിൻ്റെ ഉള്ളിലേക്ക് അടുത്ത ലെയറായിട്ട് വരുന്നതാണ് ട്യൂണിക്ക ആൽബുജീനിയ എന്ന് പറയുന്ന സെക്കൻഡ് ലെയർ ഉണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ലെയറാണ്. ഫൈബ്രസ് കോട്ട് ആയിട്ടുള്ള പാർട്ടാണത്. ഫൈബ്രസ് ടിഷ്യൂ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പാർട്ടാണത്. അതേപോലെ തന്നെ വാസ്കുലോസ എന്ന് പറഞ്ഞ ഒരു ലെയറും കൂടെ ഉണ്ട്. ഹൈലി വാസ്കുലറൈസ്ഡ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് കൊണ്ടൊക്കെ നിറഞ്ഞിട്ടുള്ള പാർട്ടാണ് അത്. അതേപോലെ ടെസ്റ്റിസിനുള്ളിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കണ്ട സെമിനിഫറസ് ട്യൂബ്യൂൾസ് കണ്ടിട്ടുണ്ട്. സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ ഉള്ളിൽ നമ്മൾ സ്പെർമാറ്റഗോണിയൽ സെല്ലും അതേപോലെ സെർട്ടലി സെല്ലും കണ്ടിട്ടുണ്ട്. സെർട്ടലി സെല്ലിനെ നമ്മൾ നെഴ്സ് സെല്ല് എന്ന് വിളിച്ചു. അതേപോലെ അതിനെ വിളിക്കുന്ന വേറെ പേരാണ് സസ്റ്റൻഡക്കുലാർ സെല്ലെന്ന് വിളിക്കാറുണ്ട്. സസ്റ്റൻഡക്കുലാർ സെല്ലെന്ന് വിളിക്കുന്ന പാർട്ടാണ്. അതിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ആ ഫങ്ഷൻസിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും നെഴ്സ് ചെയ്യാൻ, ന്യൂട്രിയൻസ് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യുന്ന, നറിഷ് ചെയ്യുന്ന സെല്ലാണ് എന്ന്. അതേപോലെ തന്നെ സെർട്ടലി സെല്ലിന് ഇൻഹിബിൻ എന്ന് പറഞ്ഞ ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെല്ലും കൂടെയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാൻ പാടില്ലാത്തതാണ്.
പിന്നെ അതേപോലെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഇൻഹിബിൻ എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ കഥ നമുക്കറിയാം. അത് സത്യത്തിൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ FSHനെ, അതായത് ഗൊണാഡോട്രോപ്പിൻസിനെ ഇൻഹിബിറ്റ് ചെയ്യാനുള്ള ഒരു ഹോർമോണാണ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. സെർട്ടലി സെല്ലാണ് വരുന്നത്. അതേസമയം മറക്കാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്, ലേഡിക് സെല്ല് അഥവാ ഇൻഡർസ്റ്റീഷ്യൽ സെല്ല്, ഈ സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ ഇടയിലുള്ള ഇൻഡർസ്റ്റീഷ്യൽ സെല്ലിൽ നിന്നാണ് എന്ത് വരിക, ടെസ്റ്റോസ്റ്ററോൺ വരിക, ആൻഡ്രോജൻസ് വരിക. അപ്പം അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇൻഡർസ്റ്റീഷ്യൽ സെല്ലിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ICSHൻ്റെ വേറൊരു പേര് LH എന്നാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. FSHൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻ സത്യത്തിൽ സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യലാണ്, സ്പേമിൻ്റെ പ്രൊഡക്ഷനാണ്, സ്പെർമാറ്റോജനസിസ് ആണ്. അതേപോലെ തന്നെ ചിലപ്പോൾ ടെസ്റ്റിസ് ഡിസെൻഡ് ചെയ്യാതിരിക്കാം, ടെസ്റ്റിസ് ഇൻഗ്യുനൽ കനാലിലൂടെ സ്ക്രോട്ടൽ സാക്കിലേക്ക് ഇറങ്ങാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട് ചില കുട്ടികളിൽ. സാധാരണ ജനിക്കുമ്പോൾ അതിൻ്റെ തൊട്ടുമുമ്പൊക്കെയാണ് ടെസ്റ്റിസ് സ്ക്രോട്ടത്തിലേക്ക് ഇറങ്ങി വരിക. അങ്ങനെ സംഭവിക്കാത്തതിൻ്റെ പേരാണ് ക്രിപ്റ്റോർക്കിഡിസം. അതിൻ്റെ പേര് ക്രിപ്റ്റോർക്കിഡിസം എന്നാണ്. ആ സംഭവം നിങ്ങൾ മറക്കരുത്, അത് നേരത്തെ ക്വസ്റ്റ്യനിൽ വന്ന ഒരു സംഭവം കൂടി ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞത് മറക്കരുത്, ട്യൂണിക്ക വജൈനാലിസ്, അതേപോലെ ട്യൂണിക്ക ആൽബുജീനിയ, ദെൻ ട്യൂണിക്ക വാസ്കുലോസ, ഇങ്ങനെ 3 ലെയേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതേപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങൾ മറക്കാൻ പാടില്ലാത്തത് എപ്പിഡിഡൈമിസ്. നിങ്ങൾക്കറിയാം, സ്പേമിൻ്റെ ടെമ്പററി സ്റ്റോറേജ്, മച്ചുറേഷന് ഒക്കെ സഹായിക്കുന്ന പാർട്ടാണ്. അതിന് ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് പാർട്ട് ഉണ്ട്. ആ ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ഫസ്റ്റ് പാർട്ടിൻ്റെ പേര് കപ്പൂത്ത് എപ്പിഡെർമിസ് എന്നാണ്, CAPUT എപ്പിഡെർമിസ് ആണ്. രണ്ടാമത്തെ കോർപ്പസ് എപ്പിഡൈമിസ് എന്ന് പറയും, അത് അതിൻ്റെ ബോഡി ആയിട്ടുള്ള പാർട്ടാണ്. ലാസ്റ്റ് വരുന്ന പാർട്ട്, അതിൻ്റെ ലാസ്റ്റ് വരുന്ന പാർട്ട് കോഡൽ റീജിയൻ എന്ന് പറഞ്ഞാൽ ടെയിൽ റീജിയൻ ആയിട്ട് നമുക്കറിയാം. കോഡ എപ്പിഡൈമിസ് എന്ന് പറയുന്നത്, എപ്പിഡെർമിസ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി, എപ്പിഡിഡൈമിസ് എന്ന് പറയുന്ന പാർട്ടും അവിടെ ഉണ്ട്. ഇത് എപ്പിഡിഡൈമിസിൻ്റെ 3 പാർട്ടാണ്. ഒന്നുകൂടെ ആവർത്തിക്കാം. അതിൻ്റെ അകത്ത് ഫസ്റ്റ് വരുന്ന പാർട്ട് പിന്നെ നമ്മൾ പറഞ്ഞു കപ്പൂത്ത് എപ്പിഡിഡൈമിസ് ആണ്. രണ്ടാമത്തെ പാർട്ട് നമ്മൾ പറഞ്ഞു കോർപ്പസ് എപ്പിഡിഡൈമിസ്, അല്ലെങ്കിൽ ബോഡി എന്ന് വിളിക്കാറുണ്ട്. എപ്പിഡൈമിസിൻ്റെ മെയിനായിട്ട് വരുന്ന ഒരു പാർട്ട്. അതേപോലെ ലാസ്റ്റ് വരുന്ന പാർട്ടാണ് കോഡ എപ്പിഡൈമിസ്, അതാണ് പിന്നീട് വാസ് ഡിഫറൻസും ഒക്കെ ആയിട്ട് ചേരുക. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം, ടെമ്പററി ആയിട്ട് സ്പേമിനെ നല്ലപോലെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരാളും കൂടിയാണ് ആര്, നമ്മുടെ എപ്പിഡിഡൈമിസ്. ഇനി നമ്മൾ അതേപോലെ ഓർത്ത് വെക്കേണ്ട ഒരു സംഭവമാണ് ആക്സസറി ഗ്ലാൻസ് എന്ന് പറയുന്ന പാർട്ട്. ആക്സസറി ഗ്ലാൻസിൽ നമുക്കറിയാവുന്ന ഒന്ന് സെമിനൽ വെസിക്കിളാണ്, അതേപോലെ തന്നെ രണ്ടാമത്തെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡാണ്, മൂന്നാമത്തെ ബൾബോ യുറിത്രൽ ഗ്ലാൻഡാണ്. അതിൽ ബൾബോ യുറിത്രൽ ഗ്ലാൻഡിനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേര് പിന്നെ കോപ്പേഴ്സ് ഗ്ലാൻഡ് എന്നാണ്, മ്യൂക്കസ് സെക്രീറ്റിംഗ് ഗ്ലാൻഡാണ്. ഈ ഗ്ലാൻഡ് ആർക്ക് കറസ്പോണ്ടിങ് ആണ്, ബാർത്തോലിൻസ് ഗ്ലാൻഡ്. ഫീമെയിലിലെ വെസ്റ്റിബുലർ ഗ്ലാൻഡ്സിൻ്റെ എക്സാമ്പിളാണ് ബാർത്തോലിൻസ് ഗ്ലാൻഡ്. അതിൻ്റെ പിന്നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള, ആ ഹോമലോഗസ് ആയിട്ടുള്ള സെയിം ഫങ്ഷനുള്ള ഒരു ഗ്ലാൻഡാണ് മെയിലിൽ ഈ ബൾബോ യുറിത്രൽ ഗ്ലാൻഡ്. അതിൻ്റെ വേറൊരു പേരാണ് കോപ്പേഴ്സ് ഗ്ലാൻഡ്. അതൊക്കെ നമുക്കറിയാം. അതിൽ സെമിനൽ വെസിക്കിളിൻ്റെ pH ആൾമോസ്റ്റ് 7.3 ആണ്. അതിൻ്റെ അകത്താണ് ഫ്രക്ടോസും കാൽഷ്യം ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുക. അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് പിന്നെ എൻസൈംസ് ഉണ്ടാവും, പ്രോട്ടീൻസ് ഉണ്ടാവും, അതേപോലെ ഫൈബ്രിനോജൻസ് ഉണ്ടാവും, പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ഉണ്ടാവും, ഐനോസിറ്റോൾ ഉണ്ടാവും. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അത് ആൽക്കലൈൻ ഫ്ലൂയിഡാണ്. നിങ്ങൾക്കറിയാം സെമൻ എന്താണ്, ആൽക്കലൈൻ ആണ്. അതേപോലെ രണ്ടാമത്തെ ഗ്ലാൻഡാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് 30% മാത്രമാണ് സെമിനൽ പ്ലാസ്മയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക. അതിൽ മേജർ ഷെയർ 70% ആവറേജ് സെക്രീറ്റ് ചെയ്യുന്ന സത്യത്തിൽ സെമിനൽ വെസിക്കിളാണ്. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെയും പിന്നെ ആൽക്കലൈൻ pH തന്നെയാണുള്ളത്. സത്യം പറഞ്ഞാൽ സെമനെ കൊയാഗുലേറ്റ് ചെയ്യാനുള്ള കെമിക്കൽസൊക്കെ നിങ്ങൾക്ക് പിന്നെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ കാണാം. അതിൽ സിട്രിക് ആസിഡ്, പിന്നെ അതേപോലെ ഫോസ്ഫേറ്റ്, ഇങ്ങനെയുള്ള ഫ്ലോട്ടിംഗ് എൻസൈംസ് ഒക്കെ നിങ്ങൾക്ക് കാണാം. ഈ ബൾബോ യുറിത്രൽ ഗ്ലാൻഡിൻ്റെ സെക്രീഷൻ്റെ pH 7.2 ആണ്. ആൾമോസ്റ്റ് എല്ലാ ഗ്ലാൻഡിൻ്റെതും ഈ ഒരു ലെവലിലാണ് ഉണ്ടാവുക. സെമൻ്റെ pHഉം ഈ പറഞ്ഞതിനോട് ചേരുന്ന രീതിയിൽ സ്ലൈറ്റ്ലി ആൽക്കലൈൻ ആയിരിക്കും. കാരണം നിങ്ങൾക്കറിയാം വജൈനൽ ട്രാക്ട് ഹൈലി അസിഡിക് ആയതുകൊണ്ട് അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സംവിധാനങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അത് കൂടെ ഓർത്ത് വെച്ചേക്കാം. പിന്നെ അപ്പോൾ സെമൻ്റെ pH എന്ന് പറഞ്ഞാൽ 7.3 ആണ്. യൂഷ്വലി പിന്നെ 1 ml സെമനിൽ 20 million to 120 million സ്പേംസ് ഒക്കെയാണ് പല മെറ്റീരിയലുകളും പറയുക.
പിന്നെ അതിൽ പല അവസ്ഥകളുണ്ട് കേട്ടോ. ഇപ്പോൾ ഒലിഗോസ്പേമിയ എന്ന് പറഞ്ഞ അവസ്ഥയുണ്ട്. ഇപ്പോൾ 20 മില്യൺ താഴെയാണ് സ്പേമിൻ്റെ കൗണ്ടെങ്കിൽ അതിൻ്റെ പേര് ഒലിഗോസ്പേമിയ എന്നാണ്. അതേപോലെ എസൂസ്പേമിയ എന്ന് പറഞ്ഞ ഒരവസ്ഥയുണ്ട്, സ്പേംസ് ഇല്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ വളരെ കുറവുള്ള അവസ്ഥ. ഈ പറഞ്ഞ എണ്ണത്തിലേക്ക് പോലും എത്താത്ത അവസ്ഥയുടെ പേരാണ് എസൂസ്പേമിയ. യൂഷ്വലി ഇൻഫെർട്ടിലിറ്റിക്കൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് വരുന്ന സംഭവമാണ് അത്. അതിൽ തന്നെ നിങ്ങൾക്കറിയാം, ഇങ്ങനെയൊക്കെയാണെങ്കിലും ആവറേജ് NCERT പറയുന്നുണ്ട് 200 to 350 മില്യൺ സ്പേംസ് ആണ് ഒരു സിംഗിൾ ഇജാക്കുലേഷൻ്റെ സമയത്ത് ഉണ്ടാവുക. അത് തന്നെ പിന്നെ അതിനകത്ത് ആൾമോസ്റ്റ് 200 to 350 മില്യൺ സ്പേംസ് ഒക്കെയാണ് ഒരു സിംഗിൾ ഇജാക്കുലേഷൻ്റെ സമയത്ത് ഉണ്ടാവുക എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം.